ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പൊ നമ്മുടെ ഓണ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഹിന്ദി ഓരോന്നായിട്ട് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ. ആദ്യം തന്നെ നമ്മൾ കാണുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ജബ് ഗാന്ധിജിക്ക് ഗഡി ചൂരി ചലി ഗയി എന്ന് പറയുന്ന ആ പാഠമാണ് അല്ലെ. ആ പാഠം ഒന്ന് വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പലരുടെയും തലയിൽ നിന്നും 1, 2, 3 കിളികൾ പറന്നു പോയിട്ടുണ്ടാവും അല്ലെ. സാരമില്ല, ഇത് പഠിക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നമുക്ക് ഇതിനൊക്കെ വഴിയുണ്ട്, നമുക്ക് ഇതൊക്കെ നന്നായിട്ട് പഠിക്കാനുള്ള ഒരു വഴിയുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ ഒന്നുമില്ല, ഗാന്ധിജിയുടെ ഗഡി എന്ന് വെച്ചാൽ എന്താണ്? വാച്ചാണ് അല്ലെ. വാച്ച് കളഞ്ഞു പോയ സമയത്ത് നടന്നിട്ടുള്ള കാര്യമാണോ പറയുന്നത്? അല്ല, നമ്മുടെ മൗണ്ട് ബാറ്റൻ പ്രഭു അല്ലെ, നമ്മുടെ അവസാനത്തെ വൈസ്രോയി ആയിട്ടുള്ള മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ ആദ്യമായിട്ട് നമ്മുടെ ഗാന്ധിജി കാണാൻ പോവുകയാണ് അല്ലെ. ഈ കാണാൻ പോകുന്ന സമയത്ത് അവർ മീറ്റ് ചെയ്ത സമയത്ത് എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടാവുക, അതിനെക്കുറിച്ച് നമ്മുടെ സ്വയം പ്രകാശ് എഴുതിയിട്ടുള്ള ഒരു ലേഖാണ് എന്ത്? ജബ് ഗാന്ധിജിക്ക് ഗഡി ചോരി ചലി ഗയി എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. അപ്പൊ മക്കൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും. ഇത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു വഴിയുണ്ട്. ഇത് 10 കീ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ പഠിച്ചോളാം. വളരെ സിമ്പിളായിട്ട് കഥ നമുക്ക് ആലോചിച്ച് വെക്കാൻ പറ്റും. എന്താണ് 10 കീ പോയിന്റ്സ്? ഒരു 3 പേജുള്ള ഒരു ലേഖാണല്ലേ അത് വെറും 10 പോയിന്റ്സ് ആക്കി നമ്മൾ മാറ്റാൻ പോവാണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. നോക്കിക്കേ, എന്താണത്? ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ആ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വൈസ്രോയും ഗാന്ധിജിയും മീറ്റ് ചെയ്യാൻ തീരുമാനിച്ച ആ കാര്യമാണ് അല്ലെ. നോക്കിക്കേ, എന്താണ്? അന്തിം വൈസ്രോയി എന്ന് വെച്ചാൽ എന്താണ്? അവസാനത്തെ വൈസ്രോയി ആണ് അല്ലെ. അവസാനത്തെ വൈസ്രോയി ആയിട്ടുള്ള ലോർഡ് മൗണ്ട് ബാറ്റൻ ഭാരത് ആയേ. നമ്മുടെ മൗണ്ട് ബാറ്റൻ എങ്ങോട്ട് വരികയാണ്? ഭാരത് ആയേ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഭാരതത്തിലേക്ക് വരികയാണ് അല്ലെ, ഇന്ത്യയിലേക്ക് വരികയാണ്. ഈ അവസരത്തില് ഉനോനെ ഗാന്ധിജി കോ ചായ് പർ ബുലായ. ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് തോന്നുകയാണെന്ത്? ഗാന്ധിജി എന്ന് പറയുന്ന മനുഷ്യനെ എന്തായാലും നമ്മൾ മീറ്റ് ചെയ്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിനെ ഉനോനെ ഗാന്ധിജിയെ ചായ് പർ ബുലായ, ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചു എന്നാണ് ഉദ്ദേശിച്ചത്. അല്ല, ഒരു മീറ്റിങ്ങിന് വേണ്ടി ക്ഷണിച്ചു എന്നാട്ടോ ഉദ്ദേശിച്ചത്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ ആലോചിച്ച് വെച്ചോളാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എന്തൊക്കെ സംഭവിക്കുന്നു എന്നാണ് കേട്ടോ. നോക്കിക്കേ, വൈസ്രോയി ഭവൻമേ, നമ്മുടെ വൈസ്രോയി ഭവനത്തിൽ, ഭവൻ എന്ന് വെച്ചാൽ വീടാണല്ലേ, വീട്ടില് ചായ് പാർട്ടിക്ക്, അതായത് ഈ ചായയുടെയും ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആ പാർട്ടിയുടെ തയ്യാറെടുപ്പുകൾ ശുരു ഹോ ഗയി, ആരംഭിക്കുകയാണ് അല്ലെ. സാരാ സിമ്മ എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്വം അല്ലെ. സാറ എന്ന് വെച്ചാൽ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഉത്തരവാദിത്വവും ശ്രീമതി മൗണ്ട് ബാറ്റൻ ഖുദ് ലേ ലിയ. നമ്മുടെ ശ്രീമതി മൗണ്ട് ബാറ്റൻ എന്ന് വെച്ചാൽ എന്താണ്? മൗണ്ട് ബാറ്റന്റെ ഭാര്യ അല്ലെ. മൗണ്ട് ബാറ്റന്റെ ഭാര്യ എന്ത് ചെയ്യാണ്? എല്ലാ ഒരു പണികളും, അതായത് ഗാന്ധിജിയാണ് വരുന്നത്, ചെറിയ ആളാണ് വരുന്നത് അല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ചെയ്തോളാം, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി നടത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഖുദ് ലേ ലിയ, സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യാണ് അല്ലേ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, ഇത് എത്തിക്കഴിഞ്ഞിട്ട് നോക്കേ, ഗർമിയൊക്കെ ദിൻത്തെ, ആ ഒരു സമയത്ത്, ആ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഗർമിയൊക്കെ ദിനത്തെ, ചൂടുള്ള കാലമായിരുന്നു കേട്ടോ, ചൂടുകാലമായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മുടെ മൗണ്ട് ബാറ്റൻ എന്ത് വിചാരിച്ചു? ഗാന്ധിജിക്ക് ചൂടെടുക്കില്ലേ, അതുകൊണ്ട് റൂമൊക്കെ ഒന്ന് കൂളറൊക്കെ വെച്ച് ഒന്ന് തണുപ്പിച്ചേക്കാന്ന് വിചാരിക്കുകയാണ് അല്ലേ. നോക്കിക്കേ, ഇസ്ലിയെ, അതുകൊണ്ട് റൂം കൂളർ ചലാക്കർ, നമ്മുടെ കൂളറൊക്കെ വെച്ചിട്ട് പൂരി തറ, മുഴുവനായിട്ട് ഡണ്ടാക്കറില്ല, തണുപ്പിച്ചങ്ങ് വെക്കുകയാണ് ആര്? നമ്മുടെ മൗണ്ട് ബാറ്റൻ കേട്ടോ. പക്ഷെ നമ്മുടെ ഗാന്ധിജിക്ക് അത് ഇഷ്ടപ്പെട്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ലോർഡ് മൗണ്ട് ബാറ്റൻ ബഡി രാജ്നീതി കി ബാത് കർ രഹേ തെ. എന്താണ്? നമ്മുടെ മൗണ്ട് ബാറ്റൻ ആണെങ്കിൽ ഗാന്ധിജിനോട് ഇന്ത്യനെ നമുക്ക് ഇങ്ങനെ ചെയ്താൽ എങ്ങനെയായിരിക്കും, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് വലിയ രാജ്നീതി വെച്ചാൽ ഭരണകാര്യങ്ങളാണല്ലേ, വലിയ കാര്യങ്ങളായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ. പക്ഷേ ഗാന്ധിജി അൻമനാപ്പൻ ദിക്കായ, ഗാന്ധിജി മൊത്തത്തിലുണ്ടല്ലോ ഒരു അൻമനാപ്പൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു വിമുഖത എന്നുള്ള അർത്ഥോട്ടെ. എന്താണ്? വിമുഖതയ്ക്കാണ്, അതായത് ഒരു ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുന്നതിനാണ് നമ്മൾ അൻമനാപ്പൻ എന്ന് പറയാം അല്ലേ. ഒരു ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. എന്നിട്ട് എന്ത് പറഞ്ഞു? അവർ കൂളർ ബന്ദ് കർണേ കേ ലിയേ കഹാ, കൂളർ അങ്ങ് ബന്ദ് കർണേ കേ ലിയേ, ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് അല്ലേ. ഇനി അഞ്ചാമത്തെ പോയിന്റ്, നിങ്ങളിത് സിനിമ കഥ പോലെ
ഇതേപോലെ ഓരോ പോയിന്റായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഇതേ വാക്കുകൾ കൊണ്ട് പഠിച്ചു വെക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. എങ്ങനെ പഠിച്ചോളാം? നിങ്ങളുടെ ഭാഷയിൽ പഠിച്ചു വെച്ചോളാം കേട്ടോ. അഞ്ചാമത്തെ പോയിന്റ്, കുറച്ച് പോയിന്റേ ഉള്ളൂ. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് നോക്കിയേ. പിന്നീട് റെയിൽഗാഡി നമ്മുടെ ട്രെയിനിൽ നിന്നും ഗാന്ധിജിക്ക് പുരാനി ഗഡി, ഗാന്ധിജിയുടെ ഒരു പഴയ വാച്ച് ചോരി ചലി ജാനേക്ക് ബാരമേ, കളഞ്ഞു പോയതിനെ കുറിച്ചിട്ട് കഹലെ. അത് അവിടെ പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഗാന്ധിജി എന്ത് പറഞ്ഞു? എൻ്റെ പഴയൊരു വാച്ച് ഉണ്ടായിരുന്നു, അത് ആരോ എടുത്തുകൊണ്ട് പോയി എന്ന് പറയാണ് നമ്മുടെ മൗണ്ട് ബാറ്റനോൺ അല്ലേ. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ട്രിപ്പിൽ ഒന്ന് കൂളർ ഓഫ് ആക്കിപ്പിച്ചു. രണ്ടാമത്തെ ട്രിപ്പിൽ എന്ത് ചെയ്തു? എൻ്റെ വാച്ച് കളഞ്ഞു പോയി എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത് നോക്കിക്കേ. നാശ്തേക്ക് ബാരി ആയി, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ, രാവിലെയാണ് പോയിട്ടുള്ളത് അല്ലേ. അപ്പം നാശ്തയെന്ന് വെച്ചാൽ എന്താണ്? ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാരി ആയിത്തോ, ടൈം വന്ന സമയത്ത് ഗാന്ധിജി ബോല, നമ്മുടെ ഗാന്ധിജി പറയാണ് കേട്ടോ. നോക്കിക്കേ എന്താ പറഞ്ഞത്? ഗാന്ധിജി എന്ത് പറഞ്ഞു നോക്കിക്കേ. നാശ്ത ഗുദ് ലായാ ഹെ, ഞാനുണ്ടല്ലോ എൻ്റെ നാശ്ത, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഗുദ് ലായാ ഹെ, സ്വന്തമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞു? ഗാന്ധിജി പറഞ്ഞു. നമ്മുടെ മൗണ്ട് ബാറ്റൻ ഒരുപാട് ഭക്ഷണം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ വേസ്റ്റായി. നമ്മുടെ ഗാന്ധിജി സ്വന്തമായിട്ട് ഭക്ഷണമൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം ഇത്രയും ഈ 3 കാര്യങ്ങൾ മക്കൾ എന്തായാലും ആലോചിച്ച് വെക്കണം. ഈ കൂളർ ഓഫാക്കി വെച്ചത്, പിന്നെന്താണ് നമ്മുടെ റെയിൽ ഗാഡിയുടെ കാര്യം, പിന്നെന്താണ് ഭക്ഷണം സ്വന്തമായി കൊണ്ടുവന്നത്. അപ്പൊ നമ്മുടെ സ്വയം പ്രകാശ് പറയാണ് ഏഴാമത്തെ പോയിന്റ് ലേഖക് സ്വയം പ്രകാശ് സോച്തേ ഹേ കി, ചിന്തിക്കാണ്. വെറുതെ ഒന്നും ഗാന്ധിജി എന്ത് ചെയ്യില്ല, ഇങ്ങനത്തെ പണികളൊന്നും ഒപ്പിച്ചു വെക്കില്ല. എന്തോ വലിയൊരു കാര്യം ഗാന്ധിജി ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നോക്കിക്കേ. ലേഖക് സ്വയം പ്രകാശ് സോച്തേ ഹേ കി, ചിന്തിക്കുകയാണ്. എന്ത്? ഗാന്ധിജിക്ക് ഈസ് വ്യവഹാർ കെ പീछे, ഗാന്ധിജിയുടെ ഈ ഒരു വ്യവഹാർ എന്ന് വെച്ചാൽ എന്താണ്? പെരുമാറ്റമാണ് അല്ലേ. ഈ ഒരു പെരുമാറ്റത്തിന് പീछे, പുറകിൽ കുച്ച് ബാത്തേ ചിപ്പി ഹുയി ഹേ, എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് പറയാണ് അല്ലേ. അപ്പം ഈ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ലാസ്റ്റത്തെ 3 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളാം കേട്ടോ. അപ്പോൾ നോക്കിയേ, റൂം കെ കൂളർ ബന്ദ് കർവാനെ കാ മത്ലബ്, റൂമിൽ AC ഓഫാക്കാൻ നമ്മുടെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഗാന്ധിജി ഓഫാക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, റൂമിലെ കൂളർ ബന്ദ് കർവാനേക്കാ, അതായത് ഓഫാക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നോക്കിക്കേ. ബന്ദ് കമറേ മേ ബാറ്റ് കർ ഹിന്ദുസ്ഥാൻ പർ ഹുക്കുമത്ത് നെഹി കി ജാ സക്തി. ബന്ദ് കമറേ, നമ്മുടെ ബ്രിട്ടീഷുകാർ എന്താ ചെയ്തത്? നല്ല AC റൂമിലൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ ഇന്ത്യനെ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങ് ഭരിക്കുകയാണ് ചെയ്തത് അല്ലേ. അപ്പം നമ്മുടെ ഗാന്ധിജി ഓഫാക്കാൻ പറഞ്ഞതിന് ഉദ്ദേശിച്ചത് എന്താന്നാ പറയുന്നത്? ബന്ദ് കമറേ മേ ബാറ്റ് കർ, അടച്ച മുറികളിൽ ഇരുന്നിട്ട് നമ്മുടെ ഹിന്ദുസ്ഥാൻ പർ ഹുക്കുമത്ത് എന്ന് വെച്ചാൽ എന്താണ്? റൂൾ എന്നുള്ള അർത്ഥം കേട്ടോ. എന്താണ്? റൂൾ എന്നുള്ള അർത്ഥമാണ്. എന്ത് ചെയ്യാൻ പറ്റില്ല? റൂൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഭരിക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അടുത്തത് വാച്ച് കളഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. വാച്ച് കളഞ്ഞു പോയി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്നാണേ. നോക്കിക്കേ. ഗഡി ഗോനേക്കോ, ഗോന എന്ന് വെച്ചാൽ എന്താണ്? കളഞ്ഞു പോവുക എന്നുള്ള അർത്ഥം കേട്ടോ. വാച്ച് ഗോനേക്കോ ഇത്തനാ ബടാ ചടാക്കർ കഹനേക്ക് മത്ലബ്. നോക്കിക്കേ, വാച്ച് കളഞ്ഞു പോയത് ഇത്തനാ ബടാ ചടാക്കർ, ഇത്രയും ബടാ ചടാക്കർ. നമ്മുടെ ഗാന്ധിജി എങ്ങനെയാ പറഞ്ഞത്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാച്ചായിരുന്നു, അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ട് ഭയങ്കര വലുതാക്കിയിട്ടല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്രയും ബടാ ചടാക്കർ വലുതാക്കിയിട്ട് കഹനേക്ക് മത്ലബ് യഹ് താക്കി, പറഞ്ഞതിൻ്റെ അർത്ഥം ഇതായിരുന്നു. നോക്കിക്കേ. ബ്രിട്ടീഷ് രാജ്യത്തിൽ ഗാന്ധിജിക്ക് ഘടി തക് സുരക്ഷിത് നഹി ഹേ, ഗാന്ധിജിയുടെ ഒരു വാച്ച് പോലും എന്തല്ല? സുരക്ഷിതമല്ല. എന്നിട്ടാണ് ഇവർ ബ്രിട്ടൻ സംഭവമാണ്, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ഈ സ്ഥലം ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയിടുന്നുണ്ട് അല്ലേ. അപ്പം ഗാന്ധിജിയുടെ വാച്ച് പോലും ഇവിടെ സുരക്ഷിതമല്ല എന്ന് നമ്മുടെ ഗാന്ധിജി പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം സൂചിപ്പിച്ചത് അല്ലേ. ഈ അവസാനത്തെ പോയിന്റ് നോക്കിക്കേ. നാശ്ത ഗുദ് ലാനെ കാ മത്ലബ്, ഭക്ഷണം എന്ത് ചെയ്തു? ഗുദ് ലാന, സ്വന്തമായിട്ട് കൊണ്ടുവന്നു അല്ലേ. ഇതിന്റെ അർത്ഥം എന്തായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഹിന്ദുസ്ഥാൻ കി ഗരീബ് ജനത, നമ്മുടെ ഹിന്ദുസ്ഥാനിലെ ഗരീബ് എന്ന് വെച്ചാൽ എന്താണ്? ദരിദ്രരായിട്ടുള്ള ആളുകള്
के लिए सिर्फ ऐसी गाना उपलब्ध है. ഈ ഹിന്ദുസ്ഥാനിലെ വളരെ ദാരിദ്ര്യം പിടിച്ച മനുഷ്യന്മാർക്ക് ആളുകൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ, ഈ ഒരു ദഹി പോലത്തെ നമ്മുടെ ഗാന്ധിജി എന്തായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, ബക്കരിക്ക് ദൂത് അല്ലേ, ആടിൻ്റെ ദൂത് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ദഹി എന്ന് വെച്ചാൽ എന്താണ്, യോഗേർട്ടാണ് അല്ലേ, യോഗേർട്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ യോഗേർട്ട് പോലത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഹിന്ദുസ്ഥാനത്തെ ആൾക്കാർക്ക് കഴിക്കാനുള്ളൂ അല്ലേ, അത് പറയാനും പിന്നെ എന്താണ് और वे अपनी मेहनत की गाने गाते हैं അല്ലേ, അവർ പരിശ്രമിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന ഗാനെ മാത്രമേ ഉള്ളൂ, ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ, അല്ലാതെ അംഗ്രേസോം കി തറ നഹീ ഹേ, ഇംഗ്ലീഷുകാരെ പോലെ അല്ല എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, 10 പോയിന്റ്സ്. ഈ 10 പോയിന്റ്സിലൂടെ നമുക്ക് ഈ ഒരു മുഴുവൻ ചാപ്റ്ററും അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് മക്കളെ എഴുതിയെടുത്തിട്ട് പഠിക്കട്ടോ. അപ്പോൾ ഇതേപോലത്തെ കുറേ കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.